ഡിയർ സ്റ്റുഡൻസ്, റിസർച്ച് മെത്തഡോളജിയിലെ തേർഡ് ചാപ്റ്ററായ റിസർച്ച് ഡിസൈൻ ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് പഠിച്ചിരുന്നു. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സി വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അതൊരു ഗൈഡാണ്. ഡാറ്റ കളക്ഷനും ഡാറ്റ അനാലിസിസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡാണ് എന്ത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. So, in a business research, he should think about the way in which he can proceed to attain his objective in his research work. നമ്മൾ റിസർച്ച് ചെയ്യുമ്പം റിസർച്ചർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആദ്യം സെറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റീവ്സിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത് ഈ ഒരു റിസർച്ച് ഡിസൈൻ ആണ്. സോ ഇറ്റ്സ് ആക്ട് ആസ് എ ഗൈഡ് ആൻഡ് പ്ലാൻ. ഡാറ്റ കളക്ട് ചെയ്യാനും ഡാറ്റ അനാലിസിസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡ് ആൻഡ് പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ദിസ് പ്ലാൻ ഓഫ് സ്റ്റഡി ഓഫ് എ റിസർച്ച് ഇസ് കോൾഡ് റിസർച്ച് ഡിസൈൻ. ഇങ്ങനെ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കളക്ട് ചെയ്യണം, എന്തൊക്കെ അനലൈസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു പ്ലാനിനെയാണ് എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ റിസർച്ച് ഡിസൈൻ ഇസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ദ സീരീസ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് എ റിസർച്ചർ ഇൻറ്റൻസ് ടു ക്യാരി ഔട്ട് ടു അക്കംപ്ലിഷ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് പ്ലാൻ ആണ്. ദാറ്റ് മീൻസ് റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഫോം ചെയ്ത് ആ ഒരു റിപ്പോർട്ടിലേക്ക് എത്തുന്നിടം വരെയുള്ള പ്ലാനാണ് എന്ത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ദാറ്റ് എ റിസർച്ചർ ഇൻറ്റൻസ് ടു ക്യാരി ഔട്ട് ടു അക്കംപ്ലിഷ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 3-4 ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി റിസർച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ആ ഒരു വേ ഓഫ് പ്രോസസ്സ്. ആ ഒരു ഫുൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. Then we can see what is the definition. So in the words of Bernard H. Philip, the research design constitute the blueprint for the collection, measurement and analysis of data. It aids the scientist in the allocation of his limited resources by posing crucial choices. അപ്പോൾ നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പം അതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കീ ടേം ആണ് ബ്ലൂ പ്രിൻറ്റ് ഫോർ ദ കളക്ഷൻ, മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലാൻ ആണ്. സോ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് അല്ലേ, ആക്ടിവിറ്റി നടക്കുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ റിസർച്ച് ഡിസൈനെ നമ്മൾ എപ്പോഴും പറയുന്നു ഇതൊരു ബ്ലൂ പ്രിൻ്റ് ആണെന്ന് പറയുന്നു. ബ്ലൂ പ്രിൻ്റ് ആണ്, എന്ത് ആക്ടിവിറ്റി നടത്തണം എന്നതിനുള്ള ബ്ലൂ പ്രിൻ്റ് ആണ്. ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, എങ്ങനെ അനാലിസിസ് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കണം, അതിനുള്ള ബ്ലൂ പ്രിൻ്റ് ആണ് എന്ത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ റിസർച്ച് ഡിസൈന് നമ്മൾ സിംപ്ലി എന്തായിട്ട് പറയുന്നു, പ്ലാൻ ആണെന്ന് പറയുന്നു. ഇപ്പോൾ പ്ലാനാണ്, ഒരു ഗൈഡാണ്. എന്തിനു വേണ്ടിയിട്ട്, ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഓഫ് റിസർച്ച് യൂഷ്വലി ഇൻക്ലൂഡിങ് ദ ഫോർമുലേഷൻ ഓഫ് എ സ്ട്രാറ്റജി ടു റിസോൾവ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ആ റിസർച്ച് ക്വസ്റ്റ്യനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഡേറ്റ അനാലിസിസിലൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, കളക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് എവിഡൻസ്, processing and analysis of these data and their interpretation and the publication of result. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിസർച്ചിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതിന് വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലാനിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഒരു ഗുഡ് റിസർച്ച് ഡിസൈൻ എന്തൊക്കെ ഉണ്ടാകണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാകണം, റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് ജനറലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ ഒരു റിസർച്ച് ഡിസൈൻ പോസസ് ചെയ്യേണ്ട ഫീച്ചേഴ്സ് ആണ്. Then next we can see what are the features of research design. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു പ്ലാൻ ആണ് അല്ലേ, റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണ്. സോ ദ ഇനീഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ടൂൾ ഫോർ ഡേറ്റ കളക്ഷൻ, ഡേറ്റ പ്രോസസ്സിംഗ്, അനാലിസിസ് ഓഫ് ഡേറ്റ, റൈറ്റിംഗ് ദ റിപ്പോർട്ട് എക്സെട്ര ആർ ദ ക്ലിയർലി പ്ലാൻ ത്രൂ ദ റിസർച്ച് ഡിസൈൻ. അപ്പോൾ അതിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, പ്രിപ്പറേഷൻ, ആ ഒരു ഇനീഷ്യൽ പ്രിപ്പറേഷൻ, ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ള ഇനീഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ട്. Then preparation of tool for data collection, processing, analysis, report writing. ഇത്രയും കാര്യങ്ങളാണ് ആ പ്ലാനിൽ വരുന്നത്. സോ ഇറ്റ് ഈസ് എ പ്ലാൻ. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്ലാൻ ആണ്.
Then it is a strategy which specify the approach used for gathering and analyzing data. അപ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ്, പ്ലാൻ മാത്രമല്ല അതൊരു സ്ട്രാറ്റജി കൂടിയാണ്. ദെൻ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ടൈം ബേസ്ഡ് പ്ലാൻ. അപ്പോൾ നമുക്കറിയാം ഒരു റിസർച്ച് എന്ന് പറയുന്നത് നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്, ഇത്ര കാലയളവിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതൊരു ടൈം ബേസ്ഡ് പ്ലാനാണ്, ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്ലാനാണ്. Then it is a plan which is always based on research question. അപ്പോൾ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പ്ലാൻ അല്ല, റിസർച്ച് ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാനാണ് റിസർച്ച് ഡിസൈൻ എന്ന്. ഓക്കെ, then it comprises the time and cost budget since most studies are done under this limitation. ടൈം ആൻഡ് കോസ്റ്റ് ബഡ്ജറ്റുകൾ ഇവിടെ നോക്കുന്നുണ്ട്. ദെൻ അടുത്തത് റിസർച്ച് ഡിസൈൻ ഡിപ്പെൻഡ്സ് ഓൺ പേർപ്പസ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ പേർപ്പസ് ഇവിടെ നോക്കുന്നുണ്ട്, അത് റിസർച്ച് ഡിസൈൻ അതിൻ്റെ പേർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഇറ്റ് ഈസ് എ ഗൈഡ് ഫോർ സെലക്ടിങ് സോഴ്സസ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ്. ഗൈഡ് ഫോർ സെലക്ടിങ് സോഴ്സ്, അതായത് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ള സോഴ്സും ഇൻഫർമേഷൻ, എങ്ങനത്തെ ഇൻഫർമേഷൻ വേണമെന്നുള്ളത്. Then it is a framework for specifying the relationship among the variables which are going to be studied. റിലേഷൻഷിപ്പ് അത് നമ്മൾ പഠിക്കും. ഒന്നിൽ കൂടുതലോ വേരിയബിൾസ് വരുമ്പോൾ അവ തമ്മിൽ എന്ത് റിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ടു ബി യൂസ്ഡ്. റിസർച്ച് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അവിടെ ഏത് ടൈപ്പ് ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന്. ദെൻ എ റിസർച്ച് ഡിസൈൻ ഓൾസോ മെൻഷൻ ദ ബൗണ്ടറീസ് ഓഫ് റിസർച്ച് ആക്ടിവിറ്റീസ് ആൻഡ് എനേബിൾസ് എ റിസർച്ചർ ടു ചാനൽ ഹിസ് എനർജീസ് ഇൻ ദ റൈറ്റ് വർക്ക്. ഇപ്പം നമുക്ക് റിസർച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഹ്യൂജ് ആക്ടിവിറ്റിയാണ്. നമ്മൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് ഒരു ബൗണ്ടറി, ക്ലിയർ ആയിട്ടുള്ളൊരു ബൗണ്ടറി ഫിക്സ് ചെയ്യുക എന്നുള്ളത് റിസർച്ച് ഡിസൈനിലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ഒക്കെ ഒരു പകുതി ടൈം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കറക്റ്റ് എന്താണോ അത് മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് മെഷർ ചെയ്യലിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ സാധ്യതയുണ്ട്. അത് റിസർച്ച് ക്വസ്റ്റനിൽ നിന്ന് നമ്മൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ടൊരു ബൗണ്ടറി, എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അനലൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ബൗണ്ടറി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതെവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? റിസർച്ച് ഡിസൈനിലാണ് ആ ബൗണ്ടറി ഐഡൻറ്റിഫിക്കേഷൻ, ആ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് റിസർച്ച് ഡിസൈനിലാണ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിസർച്ച് ഡിസൈൻ്റെ ആവശ്യകത ഉണ്ടോ. നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും റിസർച്ച് ഡിസൈൻ എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അത് ആവശ്യമാണോ എന്നാണ് നോക്കുന്നത്. ഓഫ് കോഴ്സ് അത് ആവശ്യമാണ്. റിസർച്ച് ഡിസൈൻ നമ്മളിപ്പോൾ ഈ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, റിസർച്ച് ഡിസൈൻ ഇല്ലെങ്കിൽ ഒരു റിസർച്ച് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു റിസർച്ച് ഡിസൈൻ അത്യാവശ്യമാണ്. It help to get maximum quality of information at minimum cost, time and effort. റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ബൗണ്ടറി ആകുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ബൗണ്ടറി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, മിനിമം ടൈമിൽ മിനിമം കോസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. റിസർച്ച് ഡിസൈൻ അത്യാവശ്യമാണ്. എല്ലാ ബിസിനസ് റിസർച്ചുകൾക്കും നമ്മളൊരു ഡിസൈൻ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ design stands for advanced planning of methods to be adopted for collecting the relevant data and technique to be used and analyzed by considering the time, number of staffs and money. Okay, the design helps the researcher to organize the ideas in a form whereby he can look the inadequacies. അപ്പോൾ നമുക്ക് റിസർച്ച് ഡിസൈൻ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എവിടെയൊക്കെയാണ് ഇനാഡിക്വസീസ് വരാൻ സാധ്യതയുള്ളത്, നമ്മൾ എവിടെയൊക്കെയാണ് സ്റ്റക്കായി പോകുക, അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമുക്ക് റിസോഴ്സസ് കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നേ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റിസർച്ച് ഡിസൈനിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ കൺസെപ്റ്റുകളാണ് നോക്കുന്നത്. റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമുക്കറിയാവുന്നതാണ്, നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം അതിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാകാം. അപ്പം ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊരു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വേരിയബിളിനെ നമ്മൾ എന്ത് പറയും,
ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എന്ന് പറയും. It is termed as dependent variable. That is, the variable that is predecessor to the dependent variable is termed as independent variable. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഏതാണ് ഡിപ്പെൻഡൻറ്റ്? ഹൈറ്റ് ആണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഏജ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെയിൽസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ഡിമാൻഡ് കൂടും, സെയിൽസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, സെയിൽസ് കുറയുമ്പം ഡിമാൻഡ് കുറയും. അപ്പോൾ അവിടെ അത് രണ്ടും ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്ന രണ്ട് വേരിയബിളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആശ്രയിച്ചിരിക്കുന്ന ആ വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നു. മറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാൻഡ് അലോൺ നിൽക്കുന്ന വേരിയബിളിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് വൺ എക്സ്ട്രേനിയസ് വേരിയബിൾ ആണ്. എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത് ദീസ് ആർ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ദ സ്റ്റഡി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് എഫക്ട്സ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമുക്ക് പറയാം, ഇപ്പം നമ്മൾ എടുക്കുന്ന സ്റ്റഡിയിൽ ഒന്നോ രണ്ടോ പേര്, അതായത് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാത്രമൊന്നും ആയിരിക്കില്ല ഉണ്ടാകുക, അതിൽ കുറേ വേരിയബിൾസ് ഉണ്ടാവും, കുറേ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് മറ്റ് വേരിയബിളിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്റ്റേണൽ പാർട്ടിക്ക് അത് കൺട്രോൾ ചെയ്യാനും പറ്റില്ല, ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അത് രണ്ടും നമുക്ക് ക്ലിയർ ആണ്. അത് കൂടാതെ മറ്റു കുറച്ച് വേരിയബിൾ കൂടിയുണ്ട്. അപ്പം ഇതിൽ ഒരു വേരിയബിളാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് നമ്മൾ പറയും. അത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, കാരണം അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതൊരു എക്സ്റ്റേണൽ ആണ്. അപ്പോൾ അവിടെ അതും എന്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ തന്നെയാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടെന്നും അങ്ങനെ ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ദ എഫക്റ്റ് നോട്ടിസ്ഡ് ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആസ് എ റിസൾട്ട് ഓഫ് അൺറിലേറ്റഡ് വേരിയബിൾ ഇസ് ടെക്നിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് എക്സ്പെരിമെൻ്റൽ എറർ. അപ്പോൾ ഇവിടെ ഒരു 3 വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം, പക്ഷേ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഒരു വേരിയബിളിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ഉള്ളത് കൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ ഒരു സ്റ്റഡി നടക്കുമ്പോൾ അതിൽ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും വേരിയബിൾ മാത്രമല്ല ഉള്ളത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നിർണ്ണയിക്കുന്ന, അതിൻ്റെ ചേഞ്ചസ് നിർണ്ണയിക്കുന്ന വേറെ ഒരു വേരിയബിൾ കൂടിയുണ്ട്. അതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് അവിടെ അതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷേ അതിനെന്തുണ്ട്? ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ അതിന് എഫക്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രേനിയസ് വേരിയബിൾ. സോ എക്സ്ട്രേനിയസ് വേരിയബിളിനെ നമ്മൾ എന്തായിട്ട് തന്നെ പറയുന്നു? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തന്നെയാണത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനൊരു വേരിയബിൾ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നില്ല, പക്ഷേ അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ തന്നെയാണ്. അടുത്തതാണ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ടേം, ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ എഫക്റ്റ് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾ ഷുഡ് ബി മിനിമൈസ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ. ദ ടേം കൺട്രോൾ ഈസ് യൂസ്ഡ് വെൻ വി ഡിസൈൻ ദ സ്റ്റഡി ബൈ മിനിമൈസിങ് ദ എഫക്റ്റ് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. അപ്പം നമ്മൾ തൊട്ട് മുന്നേ കണ്ട എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഞാൻ പറഞ്ഞു അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തന്നെയാണ്, പക്ഷെ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നോക്കി അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുകില്ല. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിളിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ, എക്സ്ട്രേനിയസ് വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇൻ്റർഫറൻസ് ചെയ്യുവാണ്, എക്സ്റ്റേണൽ പാർട്ടി അതായത് റിസർച്ചർ എന്തെങ്കിലും ഇൻ്റർഫറൻസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കൺട്രോൾ എന്ന് പറയും. അപ്പോൾ അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറി നിൽക്കുമ്പോൾ അതിൽ പിന്നീട് അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ആശ്രയിക്കുന്ന മറ്റ് വേരിയബിൾസ് ഉണ്ടാകും. ആ വേരിയബിൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ആ ചേഞ്ചസ് ദൃശ്യമാകും. അങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് നമുക്ക് വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിളിലും പിന്നെ മോഡറേറ്റ് വേരിയബിൾ അങ്ങനെ കുറച്ച് വേരിയബിൾസ് ഉണ്ട്. ആ മോഡറേറ്റ് വേരിയബിളിലെല്ലാം നമ്മൾ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്റ്റേണലി നടത്തുന്ന ആ മാറ്റങ്ങൾ, ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് തന്നെ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ റിസർച്ചർ ആയിരിക്കും. കാരണം ആ ഒരു സെറ്റപ്പ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിരിക്കും. അവിടെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? റിസർച്ചറുടെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു എക്സ്ട്രേനിയസ് വേരിയബിളിന് നമ്മൾ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺട്രോൾ എന്ന് പറയുന്നത്.
ദെൻ അടുത്തതാണ് co-founded relationship. If the dependent variable is not free from the influence of extraneous variable, such a relationship is known as co-founded relationship. അപ്പം നമുക്കിവിടെ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം പോസിബിൾ അല്ല. കാരണം അങ്ങനെ പോസിബിൾ അല്ലാത്ത സിറ്റുവേഷനാണ് എങ്കിൽ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിള് എക്സ്ട്രേനിയസ് വേരിയബിളിൽ നിന്നും മാറി നിൽക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? co-founded relationship എന്ന് പറയും. is not free from the influence of extraneous variable. എക്സ്ട്രേനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നും ഫ്രീ അല്ലാതിരിക്കുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫ്രീ അല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? co-founded relationship എന്ന് പറയുന്നത്. ദെൻ റിസർച്ച് ഹൈപ്പോത്തിസിസ് ആണ് അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്താണ്? ഒരു ടെൻറ്റേറ്റീവ് ലോജിക്കൽ സപ്പോസിഷൻ ആണ്, റീസണബിൾ എഡ്യൂക്കേറ്റഡ് ഗെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൈപ്പോത്തിസിസിന് പറയുന്ന ടേംസ് ആണ്. ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, ലോജിക്കൽ സപ്പോസിഷൻ എന്ന് പറയും, റീസണബിൾ ഗസ് ഓർ എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റിലേറ്റ്സ് ടു ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു എ ഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതൊരു പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ മുന്നേ പ്രെഡിക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്, ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. അപ്പം ഈ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മളൊരു പ്രഡിക്ഷൻ മുന്നേ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ജനറലി ദ റിസർച്ച് ഹൈപ്പോത്തിസിസ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വൺ ഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിപെൻഡൻറ്റും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതിനടുത്തത് എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ്. When the purpose of research is to test a hypothesis, then it is termed as research hypothesis. നമുക്കൊരു റിസർച്ചിന് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? റിസർച്ചിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് വെക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. It may be experimental design or non-experimental design. When an independent variable is manipulated in a research, such a research is termed as experimental research. If the independent variable is not manipulated, it is non-experimental. അപ്പോൾ എക്സ്പെരിമെൻ്റലും നോൺ എക്സ്പെരിമെൻ്റലും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ഒരു റിസർച്ച് നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ആ റിസർച്ചിൽ നമ്മളൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മൾ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. ആ ഒരു റിസർച്ചിൽ ഒരു ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുകയാണ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണ്. ആ സിറ്റുവേഷനെ നമ്മൾ എന്ത് പറയും? എക്സ്പെരിമെൻ്റൽ റിസർച്ച് ടെസ്റ്റിംഗ് എന്ന് പറയും. അതേസമയം ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാനോ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എപ്പോഴും എന്താണ്? മാനിപ്പുലേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ കൺട്രോൾ സെറ്റപ്പിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? എക്സ്പെരിമെൻ്റൽ ടെസ്റ്റിംഗ് റിസർച്ച് ആണ്. അടുത്തത് എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്. വെൻ എ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു സം സ്പെഷ്യൽ കണ്ടീഷൻ ഇൻ ആൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഇറ്റ് ഇസ് ടേംഡ് ആസ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. ആൻഡ് ഇഫ് ദ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ഓഫ് യൂഷ്വൽ കണ്ടീഷൻ, ഇറ്റ് ഇസ് ടേംഡ് ആസ് കൺട്രോൾ ഗ്രൂപ്പ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അതിനെ കൺട്രോൾ സെറ്റപ്പിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? കൺട്രോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് നമ്മൾ പറയും, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ അതായത് നമ്മൾ മാനിപ്പുലേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയും. ഇപ്പോൾ അതിനെ നമ്മൾ മാനിപ്പുലേഷൻ ഒന്നും നടത്തുന്നില്ല, അത് യൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ റിസർച്ചറിൻ്റെ കൺട്രോൾ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. ദെൻ അടുത്തത് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് ആർ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻ അണ്ടർ വിച്ച് ദ ഗ്രൂപ്പ്സ് ആർ പുട്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. ഇപ്പം നമ്മളിപ്പം എന്താണ്, ഇപ്പോൾ ഒരു ചിൽഡ്രൻ ഏജും അവരുടെ ഇൻ്റലിജൻസും തമ്മിൽ നമ്മൾ കോറിലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനെ നമ്മളൊരു 10 കുട്ടികളെ നമ്മൾ ഒരു സെറ്റപ്പിലും ബാക്കി 10 കുട്ടികളെ വേറൊരു സെറ്റപ്പിലും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുകയാണ്. 1 വീക്ക് നമ്മൾ അവരെ എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡും അവരുടെ എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടിലും 2 റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു ആഴ്ച അവർക്ക് അങ്ങനത്തെ ഫുഡ് അങ്ങനത്തെ എല്ലാം കൊടുക്കുന്നു. ദെൻ അവർക്ക് ഒരു ടെസ്റ്റ് നടത്തുകയാണ്. അതിനുശേഷം നമ്മളതിനൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുകയാണ് 2 ഗ്രൂപ്പിനും. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
അതെന്തുകൊണ്ടാണ്? രണ്ട് പേരും ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനെ നമ്മൾ നല്ല സിറ്റുവേഷനിലും നല്ല കണ്ടീഷനിലും അനദർ ഗ്രൂപ്പിനെ നമ്മൾ ഒരു വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇടുകയാണ്. എന്നിട്ട് അവർക്ക് നമ്മൾ ഫൈനലി ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുമ്പം അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത് ഏത് ഗ്രൂപ്പാണ്? നല്ല കണ്ടീഷനിലുള്ള കുട്ടികളാണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ഇത് രണ്ടും തമ്മിൽ കോറിലേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഈ ഗ്രൂപ്പ് ഓഫ് സാമ്പിൾസിനെ, ഇതിന് നമ്മൾ സാമ്പിൾ എന്നാണ് പറയുക. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സാമ്പിൾസിനെ നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലേക്ക് ഇടുന്നു, എന്നിട്ട് അവരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരുടെ റിസൾട്ട് എത്തുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്, ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ട്രൂത്ത് ഓഫ് ആൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് റിലേറ്റിംഗ് ടു സം റിസർച്ച് പ്രോബ്ലം. അപ്പം നമ്മൾ ആ ഒരു നടത്തുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ അതിൻ്റെ ട്രൂത്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിനാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ലോഡ്സ് വേർ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആർ അപ്ലൈഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ പ്രീ ഡിറ്റർമൈൻഡ് പ്ലോട്ടുകളെയാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്.